നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ നിങ്ങൾ ഏവരും കണ്ടോയെന്നറിയത്തില്ല. കാരണം ഒരു മോർണിംഗിൽ നടന്നൊരു സംഭവമാണ്. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ബിഗ് ബോസിലാണെങ്കിൽ ക്യാപ്റ്റനായ ഷാനവാസ് കിടന്നുറങ്ങുകയും അതേ സമയത്താണ് നമ്മൾ ജയിലിൽ നിന്നും അവരെ ഇറക്കേണ്ട ടൈം. അപ്പോഴാണെങ്കിൽ ഈ അനീഷ് വന്ന് ഷാനവാസിനോട് പറയുകയുണ്ടായി, അവിടെ പോയി ക്യാപ്റ്റനാണ്, അവിടെ പോയി അവരെ ഓപ്പൺ ചെയ്ത് വിടേണ്ടതെന്ന്. അങ്ങനെ അപ്പോൾ ഈ ഷാനവാസ് അവിടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. വീണ്ടും അത് റിപ്പീറ്റ് അടിക്കുകയാണ് അനീഷ് അവിടെ ചെയ്തത്. അങ്ങനെ അനീഷ് അവിടെ മരക്കഴുത എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് ആ ഷാനവാസിനെ. ഇത് നാച്ചുറലായിട്ട് ഷാനവാസിന് ഇഷ്ടപ്പെടാതിരിക്കുകയും തുടർന്ന് ഷാനവാസ് ഒരു പില്ലോ ഉപയോഗിച്ച് എറിയുകയും അനീഷിനെ തിരിച്ചു ഇവർ രണ്ടുപേരും കുറച്ച് നേരത്തേക്ക് പില്ലോ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും ചെയ്തു. അതിനുശേഷം അത് എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പില്ലോ മാറ്റിയിട്ട് ഷാനവാസ് ഒരു ചെയർ എടുത്ത് അനീഷിനെ എറിയാൻ ശ്രമിച്ചു. അതൊരു അസോൾട്ടാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മരക്കഴുത എന്നുള്ള വേർഡ് അതുപോലെ ഈ മരക്കഴുത എന്നുള്ള പേര് വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തതില്ലെങ്കിൽ അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യാൻ പറ്റില്ലല്ലോ മറ്റൊരാളെ. ഇവരൊന്നും ഇൻഡിവിജ്വലി അറിയുന്നവർ പോലും അല്ല, ഇവൻ ഒരു തമാശ രൂപേണ അല്ല അവിടെ വിളിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിനെല്ലാം ശേഷം ഈ അനീഷ് അവിടെ ഇരുന്നപ്പോൾ ക്യാപ്റ്റനായിട്ട് ഷാനവാസ് പോയി അവിടെ ചെന്ന് മാപ്പ് പറയുകയും ചെയ്തു, ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാവുന്ന കാര്യം, ഏറ്റവും നല്ലൊരു ലീഡിങ് റോളിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായ ഷാനവാസും അനീഷുമാണ്. അവർ രണ്ടുപേരും നല്ല വൃത്തിക്ക് കളിക്കുന്നവരാണ്. അവരുടെ ഒരു മനസ്സിൽ കളിയുണ്ടെങ്കിൽ പോലും ഒരു ബോണ്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക്. അത് ആദ്യം തൊട്ടേ നിങ്ങളൊന്ന് മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ആരും തമ്മിൽ ഇങ്ങനെ ഒരു പരസ്പരം ഇത് കണ്ടിട്ടില്ല. ജിസയിലും അനുമൊക്കെ ബിഗ് ബോസിലെ ഏറ്റവും വലിയ അടി നടത്തുന്നവരാണ്. ഇവരെയൊക്കെ നോക്കൂ, ഇവർ രണ്ടുപേരും കോംപ്രമൈസ് ആവുകയാണ് അവിടെ സംഭവിക്കുന്നത്. തെറ്റാണെങ്കിൽ അവർ പരസ്പരം അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചതായാലും തെറ്റാണ്. എനിവേ ഷാനവാസും അനീഷും നല്ല